യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ വചന ശുശ്രൂഷയിലേക്ക്, സൗഖ്യപ്രാർത്ഥനയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോ ഇന്ന് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18-19 വചനങ്ങൾ. കർത്താവ് ആലോചിച്ചു, അബ്രാഹാം മഹത്വം ശക്തവുമായ ഒരു ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ? ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ, തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. അവിടെ പറയുകയാണ്, കർത്താവ് ആലോചിച്ചു. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് അബ്രാഹാം. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു അബ്രാഹാം. സോദോം ഗൊമോറയിൽ മനുഷ്യന്റെ പാപം വർദ്ധിച്ചു. അവിടുത്തെ ജനം വ്യഭിചാരത്തിൻ്റെ ആസക്തിയിൽ മുഴുകി ജീവിച്ചു. സ്വർഗഭോഗത്തിൻ്റെ ആസക്തി അവിടെ ആകമാനം തിളച്ചു മറഞ്ഞു. പുരുഷനും പുരുഷനും തമ്മിൽ പാപം ചെയ്തു. സ്ത്രീയും സ്ത്രീയും തമ്മിൽ പാപം ചെയ്തു. സോദോം ഗൊമോറ ദേശം പാപത്തിലും കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ നാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ ദേശത്തിൻ്റെ പാപം ഗുരുതരമാണ്. 21-ാം വചനം പറയുന്നു, അവരുടെ പാപം ഗുരുതരമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകണം. ഈ പാപം ഗുരുതരമാണ്. വചനം പറയാണ്, അവരുടെ പാപം ഗുരുതരമാണ്. അവൾ സോദോം ഗൊമോറയുടെ പാപത്തിൻ്റെ അശുദ്ധിയുടെ തിന്മയുടെ ആ നിലവിളി ദൈവസന്നിധി. അപ്പോഴാണ് ദൈവം ആലോചിച്ചത്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ പ്രിയ മകനായ ഞാൻ തിരഞ്ഞെടുത്ത അബ്രാഹത്തിനോട് പറയാൻ പോകുക.
അവിടെ ദൈവം ആലോചിച്ചു, ഞാൻ തിരഞ്ഞെടുത്ത അബ്രാഹത്തിനോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം പറയാനായിട്ട് പോകുക. അബ്രാഹാം മഹത്വം ശക്തമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ? നമ്മൾ തിരിച്ചറിയ, ദൈവം വെളിപാടുകൾ നൽകുന്നവരാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവരാണ്. ദൈവം മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തി തരാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ മാസം നമ്മുടെ താമസമുള്ള ധ്യാനം കോട്ടയം കാളത്തിപ്പടി ക്രിസ്റ്റീനിൽ നടക്കുകയാണ്. അവിടെ നമ്മുടെ ടീമിലുള്ള ഒരു മകൻ്റെ അയൽവാസിയായ ഒരു മകനുമായിട്ട് ധ്യാനിക്കാനായിട്ട് വന്നു. അവന് +2 വിദ്യാർത്ഥിയാണ്. ആൽബിൻ എന്ന കുട്ടിയുടെ പേര്. അവന് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ഞാൻ ആ കുഞ്ഞിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. അവൻ്റെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര്, എല്ലാവരും സങ്കടത്തില. +2 കഴിഞ്ഞ ഒരു മകന് ക്യാൻസർ ബാധിച്ച് ക്യാൻസർ 4th സ്റ്റേജിലായിരിക്കുകയാണ്. ഞാനും ഒത്തിരി ഹൃദയ നൊമ്പരത്തോടുകൂടി ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് എൻ്റെ ഉള്ളിലൊരു മെസ്സേജ് നൽകി, ഈ കുഞ്ഞ് മരിക്കും. എൻ്റെ ടീമിലുള്ള സഹോദരനോട് ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞു, ആൽബിൻ മരിക്കും, അവൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഒരാഴ്ചയോളമേ പിന്നെ അവൻ ഈ നാട്ടിൽ അല്ലെ ഈ ലോകത്തിലുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പ്രിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും എല്ലാം വിട്ട് കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക് അവൻ യാത്രയായി. ദൈവം വെളിപാടുകൾ നൽകുന്നവനാ. ദൈവം സന്ദേശങ്ങൾ തരുന്നവനാ. ഇവിടെ ഇതാ ദൈവം ആലോചിക്കുകയാ, അബ്രാഹത്തിനോട് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് പോകുക. അവനിൽ നിന്ന് ഞാൻ ഇക്കാര്യം മറച്ചു വയ്ക്കുന്നില്ല. ദൈവം അബ്രാഹത്തോട് സംസാരിക്കുകയാണ്. സോദോം ഗമോറ ദേശത്തിൻ്റെ പാപം ഗുരുതരമാണ്. ആ ദേശത്തിൻ്റെ പാപം ഗുരുതരമാണ്. ആ നിലവിളി എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. സോദോം ഗമോറ ദേശത്തെ ഞാൻ നശിപ്പിക്കുവാൻ പോകുകയാണ്. ഈ ഒരു വെളിപ്പെടുത്തൽ ദൈവം അബ്രാഹത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അബ്രാഹാം ചെയ്തത് വലിയ ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 18:22. അബ്രാഹാം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു. അബ്രാഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? അബ്രാഹാം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ നിന്നു. അബ്രാഹാം കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയാ, മധ്യസ്ഥം പറയുവാൻ. പിതാവേ, ഈ ദേശത്തെ അങ്ങ് നശിപ്പിക്കുമ്പോൾ ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? അബ്രാഹാം ദൈവത്തോട് ചോദിക്കുകയാണ്. മനുഷ്യൻ പാപത്തിൽ ജീവിക്കുമ്പോൾ, തിന്മ പെരുകുമ്പോൾ അതിൻ്റെ ദുരിതങ്ങളും തകർച്ചകളും സഹനങ്ങളും നീതിമാന്മാർ കൂടി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ നിരപരാധികളാ സഹിക്കുന്നത്, എത്രയോ നിരപരാധികളാ തകർക്കപ്പെടുന്നത്, എത്രയോ നിരപരാധികളാ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നത്. ലോകത്തിൽ ഒരുപറ്റം ആളുകൾ കാട്ടിക്കൂട്ടുന്ന തിന്മ, അഹങ്കാരത്തിൻ്റെ പ്രവൃത്തികൾ, അധാർമികതയുടെ ഫലങ്ങൾ നിരപരാധികളും പാവപ്പെട്ടവരും അനുഭവിക്കുന്നു. അബ്രാഹാം കർത്താവിൻ്റെ മുമ്പിൽ നിന്നു. അബ്രാഹാം കർത്താവിൻ്റെ മുമ്പിൽ നിന്നു. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. മാമോദീസ എന്ന കുദാശയിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറിയ നമ്മൾ ക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കണം.
എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവസന്നിധിയിൽ മധ്യസ്ഥം പറയുവാൻ വേണ്ടി. അബ്രാഹാം ദൈവത്തോട് ചോദിക്കുന്നു, പിതാവേ, ഇവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് ഈ ദേശത്തെ നശിപ്പിക്കാതിരിക്കുമോ? ദൈവമായ കർത്താവ് പറഞ്ഞു, ഉറപ്പായിട്ടും 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കത്തില്ല. ഇന്നും നമ്മോട് ദൈവത്തിന് പറയാനുള്ളത് തന്നെയാ. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ഈ ദേശത്തെ, ഈ നാടിനെ, ഈ രാജ്യത്തെ, ഈ ലോകത്തെ നശിപ്പിക്കത്തില്ല. ഇന്ന് ഈ ലോകം ഇത്രയെങ്കിലും സമാധാനത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ ഉറപ്പാണ് ഒരു പറ്റം മനുഷ്യര് ദൈവസന്നിധിയിൽ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ത്യാഗത്തോടെ, ഉപവാസത്തോടെ, സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങൾ സഭയിലുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകമെന്ന് ഇത്രയുമെങ്കിലുമൊക്കെ നിലനിൽക്കുന്നത്. ഇതൊരു ആത്മീയ സത്യം തന്നെയാണ്. ആര് എതിർത്താലും ഇതൊരു സത്യം തന്നെയാണ്. അബ്രഹാം ചോദിക്കുക, 50 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ഈ നാടിനെ നശിപ്പിച്ച് കളയാതിരിക്കുമോ? അവരെ ശിക്ഷയിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിയില്ലേ? ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെ സംഹരിക്കുക, അത് അങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. വീണ്ടും അബ്രഹാം ചോദിക്കുക, കർത്താവേ, എന്നോട് ക്ഷമിക്കണം, ഇനി 45 നീതിമാന്മാരെ ഉള്ളെങ്കിൽ അങ്ങ് കരുണ കാണിക്കുമോ? ഉറപ്പല്ലേ? ഉറപ്പാണ്. 45 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ സൊദോം ഗൊമോറയോട് കരുണ കാണിക്കും. നോക്കുക, ഇന്ന് കുടുംബങ്ങളുടെ മേൽ കരുണ ഒഴുകുന്നുവെങ്കിൽ, ദേശങ്ങളുടെ മേൽ കരുണ ഒഴുകുന്നുവെങ്കിൽ, രാജ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരുണ ഒഴുകുന്നുവെങ്കിൽ, ആരെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ സഹിക്കുന്ന ഹൃദയങ്ങളുമായി കരമുയർത്തി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആരെങ്കിലുമൊക്കെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാനുണ്ട്. ആരൊക്കെ കർത്താവിന്റെ മുൻപിൽ വില കൊടുത്തു നിൽക്കുന്നുമോ, ആ നിൽക്കുന്നവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് പ്രതിസന്ധികളിലൂടെ നമ്മൾ പലരും കടന്നു പോകുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി പങ്കുവെച്ചതാണ് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത. ബിസിനസ് തകർന്ന് കോടിക്കണക്കിന് രൂപ കടബാധ്യത. തീർക്കുവാനായിട്ടൊരു മാർഗവുമില്ല. 2 മക്കൾ തീരാ രോഗികൾ, തകർന്ന കുടുംബത്തിൻ്റെ പശ്ചാത്തലം, എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ നേടിയതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് കരയുക. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളെ ഓർത്ത് നൊമ്പരപ്പെട്ട മനുഷ്യൻ കരയുക. ആ മനുഷ്യൻ പറയുക, ഷാലോം ടെലിവിഷനിൽ യേശു ആരിലും വലിയവൻ ആ ശുശ്രൂഷ കണ്ട് ഒരനുഭവം തോന്നിയിട്ടാണ് ഞാൻ ധ്യാനിക്കാനായിട്ട് വന്നത്. ധ്യാനം ആ മനുഷ്യൻ്റെ ഹൃദയത്തെ ആഴത്തിൽ തൊട്ടു. വലിയ പ്രത്യാശയിലാണ് മടങ്ങിയത്. ദൈവം എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ കാണിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെടാതെ, മനസ്സ് പതറിപ്പോകാതെ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. ഈ നാളുകളിൽ നമ്മുടെ സഭ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. വേദനകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, അപമാനത്തിലൂടെ കടന്നു പോകുകയാണ്. ഇതിനെ അതിജീവിച്ചുകൊണ്ട് സഭ ഉണരും, സഭാമക്കൾ ഉണരും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതെ
നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. നമ്മൾ ഉണരണം. സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണം. സോദോം ഗൊമോറയ്ക്ക് വേണ്ടി അബ്രാഹാം മാധ്യസ്ഥം പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. വേദനിക്കുന്നവർക്ക് വേണ്ടി, ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, യുവതി യുവാക്കന്മാർക്ക് വേണ്ടി, സഭാപിതാക്കന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. പ്രതിസന്ധികളിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, വലിയ പരാജയത്തിൽ നിന്ന് സഭ ഉണർന്നു നിൽക്കും. സഭ വേദനകളിലൂടെ കടന്നുപോയപ്പോൾ ആത്മാവിൽ ജ്വലിക്കുന്ന പുതിയ പന്തക്കുസ്ത അനുഭവിച്ചുകൊണ്ട് വിശ്വാസ സമൂഹത്തെ ദൈവം ഉണർത്തിയത്. ഇപ്പോൾ നമ്മൾ തകർന്നു പോകാൻ പാടില്ല. ദൈവസന്നിധിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. അബ്രാഹാം വീണ്ടും ദൈവസന്നിധിയിൽ ചോദിക്കുകയാണ്, 45 പേരില്ല, 40 പേരെ ഉള്ളെങ്കിലോ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അബ്രാഹാം പറയുക, പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ, നീതിമാന്മാർ 50-ൽ 5 കുറവാണെങ്കിലോ? പിന്നെ അങ്ങോട്ട് ചോദിക്കുക, 40 പേരെ ഉള്ളെങ്കിലോ? 30 പേര്? കർത്താവേ, ഇനി അവിടെ 10 നീതിമാന്മാരെ ഉള്ളുവെങ്കിൽ അങ്ങ് സോദോം ഗൊമോറയോട് കരുണ കാണിക്കുമോ? ഉറപ്പല്ലേ? അതാണ് ദൈവത്തിൻ്റെ അനന്തമായ കരുണ. പിതാവായ ദൈവം പറയുകയാണ്, 10 നീതിമാന്മാരെ പ്രതി സോദോം ഗൊമോറയോട് ഞാൻ കരുണ കാണിക്കും. സോദോം ഗൊമോറ ദേശത്തെ ഞാൻ നശിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. പ്രതിസന്ധിയിൽ ഉൾപ്പെട്ടു പോയവർക്ക് വേണ്ടി, ജീവിതം തകർന്നു പോയവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിനപത്രത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു. ഒരു കുടുംബം സാമ്പത്തിക കടക്കണിയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ധ്യാനത്തില് ഏകദിനങ്ങളിൽ പങ്കെടുക്കുന്ന അനേക വ്യക്തികൾ വന്ന് പങ്കുവെക്കുന്ന ഒരു സങ്കടമാണ് കടബാധ്യത. പലിശ കയറി, ജപ്തിയായി, നടപടിയായി സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയവർ പലരുമുണ്ട്. ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നവരുണ്ട്. താങ്ങാനാവാത്ത കടഭാരത്താൽ വിഷമിക്കുന്ന എത്രയോ പേര്, എല്ലാം തകർന്നു പോയവർ. നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കണം. കടബാധ്യതക്കാർക്ക് വേണ്ടി, മക്കളില്ലാത്തവർക്ക് വേണ്ടി, ജീവിതം തകർന്നവർക്ക് വേണ്ടി, ബിസിനസ് തകർന്നവർക്ക് വേണ്ടി, സഭയെ വിമർശിക്കുന്നവർക്ക് വേണ്ടി, ആക്ഷേപിക്കുന്നവർക്ക് വേണ്ടി, സഭയെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താന്റെ ആക്രമണത്തെ ചെറുക്കുവാൻ വിശ്വാസികൾ ഒന്നടങ്കം ഉണർന്നിട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനമെടുക്കണം. നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. അബ്രാഹാം കർത്താവിൻ്റെ മുമ്പിൽ നിന്നു. ഞാനും നിങ്ങളും കർത്താവിൻ്റെ മുൻപിൽ നിൽക്കണം. നീതിമാന്മാരുടെ എണ്ണം ഈ സമൂഹത്തിൽ വർദ്ധിക്കട്ടെ. നീതിമാന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ദേശത്തിന്, ഇടവകയ്ക്ക്, സമൂഹത്തിന്, രാജ്യത്തിന് നല്ലതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിയോടെ ജീവിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി ഹൃദയം നുറുങ്ങി കണ്ണുനീരൊഴുക്കി മധ്യസ്ഥം പ്രാർത്ഥിക്കാം. രാപകൽ നിന്റെ കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകട്ടെ. നീ കരച്ചിൽ നിർത്തരുത്. പ്രാർത്ഥിക്കുക. കർത്താവ് അതിനുള്ള വലിയൊരു കൃപ നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമുക്ക് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നീതിമാൻ്റെ പ്രാർത്ഥന ഫലദായകമാണ്, ശക്തിയുള്ളതാണ്. നീതിമാൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് ദൈവസന്നിധിയിൽ എത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി.
കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. ആമേൻ. ഏത് ചെവിയാ കേൾക്കത്തില്ലാത്ത? മുടിയൊന്ന് മാറ്റിക്ക്, ഇവിടുത്തെ മുടിയൊന്ന് മാറ്റിക്ക്. അത് കൊള്ളാം. സിസ്റ്ററെ ആരാ ഒരു കരുന്ന് ഇങ്ങോട്ട് കരുതുന്ന സിസ്റ്റർ? ആരെങ്കിലും ഒരാൾ വാ, അങ്ങോട്ട് തിരിഞ്ഞുന്നേ. ഉണ്ടോ? മുടിയൊന്ന് മാറ്റി നോക്കി. ആ ചെവി കണ്ടോ? ഉണ്ടോ? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞേ, അമ്മച്ച അങ്ങോട്ട് തിരിഞ്ഞേ. ആ ചെവി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഉണ്ടോ? കണ്ടോ ചെവി? പൊള്ളൽ, ചെറുപ്പത്തിൽ പൊള്ളലുണ്ടായിട്ട് അങ്ങനെ പൊള്ളിപ്പോയിട്ട് ആ ചെവി കേൾക്കത്തിനകത്ത് ചെവിയാ. ആ ചെവി കേൾക്കുമോ? അമ്മച്ചിക്ക് എത്ര വയസ്സായി? 54 വയസ്സായി. സിസ്റ്റർ പോകല്ലേ കേട്ടോ, പോകല്ലേ. ഉറപ്പാണ് ആ ചെവി ഇപ്പോൾ കർത്താവ് തുറക്കും. ഞാൻ ആ ചെവിക്കകത്തൊന്ന് ഊതിക്കോട്ടെ? ഊതിക്കോട്ടെ. മറ്റേ ചെവി അടച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മച്ചിയുടെ പേരെന്താ? ജെസ്സി. കല്യാണം കഴിച്ചാണോ? അതെ. ഭർത്താവിന്റെ പേര്? ബെന്നി ജോസഫ്. മക്കൾ എത്ര പേരുണ്ട്? ഒരാള്. വീട് എവിടെയാ? ട്രിവാൻഡ്രം. യേശുവേ, യേശുവേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സിസ്റ്റർ ഒന്ന് വർത്താനം പറഞ്ഞേ. ഈ ചെവി അടച്ച് അടയ്ക്ക്. പേരെന്താണ്? ജെസ്സി. എത്ര മക്കളുണ്ട്? ഒരാളേ ഉള്ളൂ. ആണാണോ പെണ്ണാണോ? ആണ്. പേരെന്താണ്? ജെബിൻ ബെന്നി. എന്ത് ചെയ്യുന്നു? +1 പഠിക്കും. കരമടിച്ചു നന്ദി പറയട്ടെ. ഹല്ലേലൂയ. സന്തോഷമായോ? സന്തോഷമായി, സന്തോഷമായി, സന്തോഷമായി. ആരാ സൗഖ്യം തന്നേ? യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേക രക്ഷകൻ, യേശുവേക രക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു, യേശു